വോട്ടർ പട്ടിക വിവാദത്തിന് പിന്നാലെ CPM ഒരു പ്രകടനം വന്നു. ആ പ്രകടനത്തിന് പിന്നാലെ സംഭവിച്ചത് തൃശ്ശൂരിൽ അവിടുത്തെ MP ആയ സുരേഷ് ഗോപിയുടെ ഓഫീസിലെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുന്ന സംഭവമായ ഉണ്ടായത്. ഇപ്പോൾ അതിന് പകരമായി സുരേന്ദ്രൻ പറയുകയാണ് ക്ലിപ്പ് ഹൗസിൽ കരിയോയിൽ ഒഴിക്കുമെന്നാണ്. അങ്ങനെ എവിടെയെല്ലാം ഇനി കരിയോയിൽ ഒഴിക്കും? അല്ല, CPM ഇതിനകത്ത് ഈ വോട്ടിൻ്റെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ BJPയുടെ ഓഫീസ് ആക്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് മറുപടിയായിട്ട് സുരേന്ദ്രൻ പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ കരിയോയിൽ ഒഴിക്കും എന്നുള്ളത്. കാരണം ഇത് പോലീസിന് തടയാമായിരുന്നല്ലോ. കാരണം വന്നത് അതാണ് നാട്ടുകാരുടെ സംശയം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്, റവന്യൂ വകുപ്പുള്ള CPIയുടെ കയ്യിലാണ്. എല്ലാ വകുപ്പും ഭരണവും ഉണ്ടായിരുന്നിട്ടും കുറ്റം മുഴുവൻ സുരേഷ് ഗോപിക്കാണ്. അതെ, കാരണം വന്നിരിക്കുന്നത് MP-യും കേന്ദ്ര മന്ത്രിയും കൂടിയാണ്. അപ്പോൾ വേണ്ട തരത്തിലുള്ള സംരക്ഷണം കൊടുക്കണം. ആ ഓഫീസും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് അത്തരത്തിൽ തെരുവിൽ, കാരണം ഇപ്പോൾ ഇവർക്ക് വോട്ടിൻ്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ പരാതിപ്പെട്ട് കഴിഞ്ഞ് അത് ഇലക്ഷൻ കമ്മീഷനാണ് കണ്ടെത്തേണ്ടതും പരിഹരിക്കേണ്ടതും അതിനുമേൽ നടപടി എടുക്കേണ്ടതും. അല്ലാതെ പാർട്ടി ഓഫീസുകളല്ല കയ്യേറേണ്ടത്. എവിടോ എന്തോ രാഹുൽ ഗാന്ധി എന്തോ കേട്ടിട്ട് ഇറങ്ങി തിരിച്ചതാണ് ഈ ഇത്തരത്തിലെ പല കാര്യങ്ങളിലേക്കും. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിനകത്തും കേരളത്തിലെ അതും സംശയത്തിൻ്റെ നിഴലിൽ വന്നില്ലേ? എത്ര 4.5 ലക്ഷം വോട്ട് അനധികൃതമായിട്ട് അല്ലേ കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ അതുകൊണ്ടാണ് ഈ CPM ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുന്നതെന്നുള്ളതാണ്. അത് അവർ അതിൻ്റേതായ ഒരു അവസരത്തിന് അനുസരിച്ച് നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് LDF സർക്കാരിനും കൂടി ഒരു വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. ഇതിനിപ്പോൾ നമ്മൾ അറിയേണ്ടത് നോക്കിക്കോണം, ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് അറിയും. അവിടെ ഇവരിപ്പോൾ വാർഡ് വിഭജനമൊക്കെ നടത്തുകയുണ്ടായി. LDFിൻ്റെ ഭരണകാലത്ത് ഏത് തരത്തിൽ വാർഡ് വിഭജനവും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം കൂടി വരുമ്പോൾ നമുക്കറിയാം കൂടുതലായിട്ട്. ഇപ്പോൾ ഇവിടെ സുരേന്ദ്രൻ പറയുന്നു ഇനിയും പ്രതിഷേധം ഞങ്ങൾ നീട്ടാൻ പോകുന്നത് ക്ലിഫ് ഹൗസിലേക്കായിരിക്കും. ക്ലിഫ് ഹൗസിലോട്ട് എടുക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. പറയാവുന്നതേ ഉള്ളൂ ക്ലിഫ് ഹൗസിൽ കരിയോയിൽ ഒഴിക്കുമെന്നൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ രസമുണ്ട്. അത് അങ്ങനെ ക്ലിഫ് ഹൗസിൽ കരിയോയിൽ ഒഴിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരുപാട് ജനങ്ങളും ഉണ്ടെന്നുള്ളതാണ്. കേരളിൻ്റെ കുറ്റി ഓരോരുത്തരുടെ അടുക്കളയിലും വീടിനകത്തും ഒക്കെ അടിച്ചപ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നവരും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ ക്ലിഫ് ഹൗസിനകത്തും അതിനകത്തുള്ളവരുടെയും ദേഹത്തും കരിയോയിൽ വീഴട്ടെ എന്നുള്ള കാര്യം. പക്ഷേ അതൊക്കെ എത്ര കണ്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ട. അതോടൊപ്പം തന്നെ കറുത്ത മാസ്ക് കാണുമ്പോൾ തന്നെ പിണറായി വിജയൻ ഓടി ഒളിക്കുകയാണ്. പിന്നെയാണ് കരിയോയിൽ അതിൻ്റെ അടുത്ത് പോലും ആർക്കും ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഈ ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പോലും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ്. ഈ കരണഭൂതം പോകുന്നത് തന്നെ 100 വണ്ടികളുടെ അകമ്പടിയോടുകൂടിയല്ലേ. അപ്പോൾ പണ്ട് നമ്മൾ പരിഹസിക്കുന്നത് അത്രയും അടുത്ത് പോവുകയാണെങ്കിൽ പിന്നെ രക്ഷാപ്രവർത്തനം കാണാമല്ലോ. അതെ, ഹെൽമറ്റ് തലയ്ക്കടിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തകനാണ് ഉള്ളത്. പണ്ട് നമ്മൾ പരിഹസിച്ചുകൊണ്ടിരുന്നത് ഈ കരുണാകരനായിരുന്നു. കരുണാകരൻ അന്ന് പോകുന്നത് ആകെപ്പാടെ 5-6 വണ്ടികളുടെ അകമ്പടിയേ ഉള്ളൂ കേട്ടോ. അന്നത്തെ കാലത്ത് 5-6 വണ്ടി എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ആർഭാടവും ആഡംബരവും ഒക്കെയാണ്. അതങ്ങോട്ട് ആലോചിക്കാൻ പറ്റത്തില്ല. അതിൽ തന്നെ അദ്ദേഹത്തെ പലരും പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. വളരെ സ്പീഡ് കൂട്ടിപ്പോകും. കരുണാകരൻ ഇങ്ങനെ സ്പീഡ് കൂട്ടിപ്പോകുന്നതിൽ ജനങ്ങൾക്കൊക്കെ വലിയ പരാതി. പലയിടങ്ങളിലും എസ്കോർട്ട് വാഹനം പലരെയും തട്ടിയിട്ടിട്ടുണ്ട്, പലരുടെയും വാഹനങ്ങൾ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലെ ഈ പൊതു താല്പര്യ ഹർജി കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഈ നവാബ് രാജേന്ദ്രൻ. ഇപ്പം ഇല്ല. നവാബ് രാജേന്ദ്രൻ ഒരിക്കൽ കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു. നമ്മുടെ മുഖ്യമന്ത്രി അമിത സ്പീഡിലാണ് പോകുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണത്, അതിൽ ഞങ്ങൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്, അത് ഉടനെ പരിഹരിക്കണം.
അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, അതുകൊണ്ട് അതിൽ നടപടിയെടുക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടതെന്നുള്ളതാണ്. കരുണാകരൻ്റെ സ്പീഡ് തന്നെ വളരെ പ്രസിദ്ധമാണ്. സ്പീഡ് കുറഞ്ഞാൽ കരുണാകരനൊന്ന് നീട്ടി മൂളും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഡ്രൈവർക്ക് അതിൽ നിന്ന് മനസ്സിലാവും സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്, ഉടനെ ചവിട്ടി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെ ആയിരുന്നു ക്ലിഫ് ഹൗസിലെ കരുണാകരൻ്റെ ജീവിതം. പക്ഷേ ഇന്നത് വളരെയധികം മാറിപ്പോയി എന്നുള്ളതാണ്. ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിഫ് ഹൗസ് ഇനി ഇല്ലാതെ ഇനി പിണറായി വിജയന് ജീവിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഈ മൂന്നാം വട്ടം ഭരണത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അധികാരമില്ലാതെ അദ്ദേഹത്തിന് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അധികാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നാട് നീങ്ങണമെന്നാണ് പിണറായി ആഗ്രഹിക്കുന്നത്. കാരണം അധികാരമില്ലാതെ പുറത്തു നിന്ന് കഴിഞ്ഞാൽ പാർട്ടിയും പാർട്ടിക്കകത്തുള്ളവരും അണികളും മറ്റു നാട്ടുകാരും ഒക്കെ കല്ലെറിയും എന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ ജയിക്കാൻ വേണ്ടി എന്ത് കുതന്ത്രവും പിണറായിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പ്രായപരിധി ഇളവും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലാതെ 75 എന്നുള്ള കണക്കൊന്നും അവർക്ക് ബാധകമല്ല. കേഡർ പാർട്ടിയായ CPM തീർച്ചപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇനി CPM പാർട്ടി ഒന്നടങ്കം ഇനി ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കുമെന്നുള്ളതാണ്. ഇനി SFIക്കാരെ ഇറക്കുമെന്നറിയത്തില്ല ഈ BJPയെ നേരിടാനായിട്ട്. ഇന്നലെ അവിടെ നടന്നതും ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ തൃശ്ശൂരിലെ. പക്ഷേ തൃശ്ശൂരിലെ BJP ഒന്നടങ്കം അവിടെ ചെന്നു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഒക്കെ അവിടെ എത്തി. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ടുള്ള സുരേഷ് ഗോപി 27 ദിവസമായി കാണാനില്ലെന്നായിരുന്നു വിമർശനം. അന്ന് തന്നെ അദ്ദേഹം അവിടെ ഓടിയെത്തുകയാണ്. സുരേഷ് ഗോപി ഒന്നും പ്രതികരിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് ചില ഈ സഖാവ് തിരുമേനിമാരാണ്. അങ്ങനെയുള്ള കുറേ പേരുണ്ട്. പിണറായിയെയും ഒക്കെ അനുകൂലിച്ച് നടക്കുന്ന കുറേ തിരുമേനിമാർ. അതിന് സുരേഷ് ഗോപി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. സുരേഷ് ഗോപി വേറൊരു ദൗത്യവും കൊടുത്തിരിക്കുകയായിരുന്നു. ആ ദൗത്യമായിട്ട് മണിപ്പൂരിലായിരുന്നു ആ സമയത്ത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും അതിനകത്ത് കാര്യങ്ങളെല്ലാം ഇടപെട്ടു എന്നാണല്ലോ ഇപ്പോൾ ദാണ്ട് തലശ്ശേരി അതിരൂപത തന്നെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ചെയ്തത് അവർ രണ്ടുപേരുമാണ്. പിന്നെ അവരുടെ കയ്യിൽ ഭരണമിരിക്കുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാരാണ് അവർ രണ്ടുപേരും. അപ്പോൾ അവർ അധികാരത്തിൻ്റെതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ചെയ്തത്. അത് നരേന്ദ്രമോദിയാണോ ആരാണോ എന്ന് നോക്കിയല്ല, പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ഇനി ഇത് പടർന്ന് പന്തലിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ടറിയാം. അപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് ഇനി ഇത് പടർന്ന് പന്തലിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കണ്ടറിയാം.